മുന്നിൽ കിടന്നിരുന്ന വെളുത്ത പേപ്പർ സ്വയം നീങ്ങുന്നതായി കണ്ടപ്പോൾ ആ മനുഷ്യനാകെ ഭയന്നു. ആദ്യം അവൻ തനിക്ക് ഇല്യൂഷൻ സംഭവിക്കുന്നതാണെന്ന് കരുതി. എന്നാൽ വാസ്തവത്തിൽ അതിന്റെ പിന്നിൽ രണ്ട് കുഞ്ഞു പീട്ട ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവർ വാതിലൂടെ ഓടിപ്പോകാൻ ശ്രമിക്കുമ്പോൾ അവരെ പിടിക്കാൻ അവൻ വേഗത്തിൽ മുന്നോട്ട് ചാടി. പക്ഷെ അത് വൈകിയിരുന്നു. വെളുത്ത പേപ്പർ മതിലിനുള്ളിലേക്ക് മാഞ്ഞു പോകുന്നത് മാത്രമേ അയാൾക്ക് കാണാനായുള്ളൂ. വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ അവൻ ഒരു കേൾവിപകരണം പുറത്തെടുത്തു. അപ്പോൾ അപ്രതീക്ഷിതമായി ആരോ സംസാരിക്കുന്ന ശബ്ദം അവൻ കേട്ടു. അത് അവനെ ഞെട്ടിച്ചു. അതേ സമയത്ത് ആ രണ്ട് ചെറുപ്പക്കാർ പുറത്തു പോകാൻ തയ്യാറാവുകയായിരുന്നു. അവരുടെ ചലനങ്ങൾ ആ മനുഷ്യൻ വ്യക്തമായി കേട്ടെന്ന കാര്യം അവർക്കറിയില്ലായിരുന്നു. അവൻ ഉടൻ ഒരു ഹാമർ എടുത്ത് നിലത്തിൽ ശക്തമായി അടിച്ചു. അവർ പ്രതികരിക്കുന്നതിന് മുമ്പ് തന്നെ നിലം പൊളിച്ചു തുറന്നു. എന്നാൽ അകത്ത് വെളിച്ചം വളരെ മങ്ങിയതായിരുന്നു. അതിനാൽ അവൻ കൈകൊണ്ട് മാത്രം തിരിഞ്ഞു നോക്കാൻ തുടങ്ങി. സാഹചര്യം വളരെ അപകടകരമാണെന്ന് മനസ്സിലാക്കി സഹോദരി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ സഹോദരന് ഒരു വലിയ കൈ തടഞ്ഞു. അവൻ ഭയന്ന് ചലിക്കാനും ധൈര്യമുണ്ടായില്ല. കുറച്ചു സമയത്തിനുള്ളിൽ അവനെ ഒരു കോണിലേക്ക് തള്ളിയിട്ട് പിടിക്കാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സഹോദരി തന്റെ അടുത്ത് കിടന്നിരുന്ന ഫോർക്കിനെ ശ്രദ്ധിച്ചത്. അടുത്ത നിമിഷം ആ മനുഷ്യന്റെ മുഖം വേദന കൊണ്ട് ഭദ്രമായി. അതേ അവസരം ഉപയോഗിച്ച് അവൾ തന്റെ സഹോദരനെ രക്ഷിച്ചു. ആ മനുഷ്യൻ അതിവേഗം കോപത്തോടെ നിലപ്പാളികളുടെ അടിയിൽ കൈനീട്ടി തിരയാൻ തുടങ്ങി. ഭാഗ്യവശാൽ ആ ചെറുപ്പക്കാരൻ ഒരു പടവിലൂടെ മുകളിലേക്ക് കയറി രക്ഷപ്പെട്ടു.